നമസ്കാരം ഓനാക്കിൽ അലി. നമസ്കാരം. ഓനാക്കിൽ അലി എന്ന് പറയുന്ന താങ്കൾ ഈ മഹിളാറ സ്കൂളായിട്ട് ബന്ധപ്പെട്ട വിഷയം അറിഞ്ഞിട്ടുണ്ടാവും. കാരണം വർഷങ്ങളായിട്ട് നടക്കുന്ന ആ കാലഘട്ടത്തിൽ മഹിളാറ വരുന്ന സമയത്ത് അന്നത്തെ വാർഡ് മെമ്പർ ആയിരുന്നു താങ്കൾ. അന്ന് ഈ വീട്ടുകാരെ അവിടെ ഉണ്ട്, മഹിളാറ അവിടെ സ്ഥാപിക്കാനുള്ള അതിൻ്റെ വേണ്ട കാര്യം. കാരണം നാട്ടിൽ വരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. അതിനുവേണ്ടി ജനങ്ങളും നിങ്ങളും ഒക്കെ വളരെയധികം അവരെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഇവിടേക്ക് ഈ വീട്ടുകാർക്ക് പോകാനുള്ള വഴി ഉണ്ടായിരുന്നു. പഞ്ചായത്ത് അനുവദിച്ച വീട്ടിലേക്ക് എന്തായാലും അവർക്ക് വഴിയുണ്ട്. എൻ്റെ അനുഭവത്തിൽ ഞാൻ ആ വഴിയിലൂടെ നടന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ വഴിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ചർച്ചകൾ നടക്കുകയാണ്. അവർക്ക് വഴി കിട്ടാത്തൊരവസ്ഥയാണ്. ആ കാലഘട്ടത്തിൽ ഈ വഴിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ അതിൻ്റെ ആ കാര്യങ്ങൾ അറിഞ്ഞിരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്തത്? വിശദമായിട്ട് എന്നോട് ഇതുവരെ ആരും ഇതിനെപ്പറ്റി ആരാഞ്ഞിട്ടില്ല. അപ്പം ഞാനത് സംസാരിക്കണം എന്ന് വിചാരിച്ച ഒരാളാണ്. 1999 കാലഘട്ടത്തിൽ മാതൃ സ്കൂൾ ആ സ്ഥലം എടുക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു സജീവ പ്രവർത്തകനും കമ്മിറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ആളാണ്. കാരണം നേരത്തെ നിങ്ങൾ ചോദിച്ച മാതിരി തന്നെ ഒരു വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരിക, ഒരു ഐസ് കമ്പനി ഉണ്ടായ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് മീഡിയം മറ്റുമൊക്കെ വന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഒരു സ്ഥാപനം വരുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കി അതിനൊക്കെ വേണ്ടിയ രീതിയിൽ കമ്മിറ്റിയുടെ കൂടെ വർക്ക് ചെയ്ത ഒരു പ്രവർത്തകനാണ്. അന്നത്തെ അവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മാതൃ ഈ സ്ഥാപനം എടുക്കുന്നതിന് മുമ്പ് 4ഓളം വീടുകളാണ് ഈ വഴിനെ ആശ്രയിച്ച് പോകുന്നത്. ഒന്ന് വേലായുധൻ, ഒന്ന് ചോയി എന്ന് പറയുന്ന ഒരു മൊയ്തീൻകുട്ടി, അങ്ങനെ പോലത്തെ കുറച്ച് ആൾക്കാരുള്ളത്. ആ സന്ദർഭത്തിൽ അത് നല്ല ഒരേ ലെവലാണ്. ഗോളി റൺസിൻ്റെ 16-1 ഭൂമി, ഇത് 17-1 ഭൂമി, ഇങ്ങനെയുള്ള 2 സ്റ്റെപ്പിൽ നിൽക്കുക. അവിടെ ഈ ആളുകാർ മുഴുവൻ ഉപയോഗിച്ച് പോയിരുന്നത് അന്ന് തീരദേശ റോഡിന് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് അവിടെ കുറ്റിപ്പാലക്കുന്ന് നേരെ വന്ന് ഈ റഹീം എന്ന് പറഞ്ഞ അന്നത്തെ ഈ സ്ഥലം കൊടുത്ത ജമ്മിയുടെ പറമ്പിന് ചേർന്ന് കൊണ്ട് നമ്മളെ മാവൂർ പഞ്ചായത്തിൽ മുഴുവൻ ഏറ്റവും വലിയൊരു സ്റ്റേഡിയമായിരുന്നു അന്നത്തെ വയലുണ്ട്. അതിൻ്റെ നേരെ വരുന്ന അവിടെ കർഷകർ 100ഓളം കർഷകർ കൃഷി ചെയ്യണം, രാപ്പകലില്ലാതെ ചെയ്യുന്ന ആൾക്കാർ സഞ്ചാര വലിയ വരമ്പുണ്ടായി. മഴ വന്നാലും വെള്ളം വന്നാലും ആ വരമ്പ് കൂടെ ആൾക്കാരെത്തായിരുന്നു. അത് അതിന് ശേഷം ഒരു 2004 കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ റെഗുലേറ്റർ ബ്രിഡ്ജ് വന്നതോടുകൂടി ആ സംവിധാനങ്ങളും പോയി, ഇവിടെ വെള്ളക്കെട്ട് പോയി. അപ്പോൾ തിരുട്ടിയില്ലാതായി, കർഷകർ മാറിയെന്നതൊക്കെ വരും. അപ്പോൾ ഈ കക്ഷികൾ ഈ റഹീം എന്ന് പറയുന്ന ജമ്മിയുടെ പറമ്പിലൂടെയായിരുന്നു അവർക്ക് യാതൊരു സരസ്വല്യന് വലിയൊരു പറമ്പാണ്. താഴത്തെ 70 സെൻറ്റുള്ള ഒരു പാലിപ്പറമ്പും മേലത്തെ ഒരു 365 ഒരു ഏക്കർ 65 സെൻറ്റുള്ള ഇതുമായിരുന്നു. അത് അയാളോട് സംസാരിച്ച് അന്ന് വാങ്ങുമ്പോൾ ഇവർക്ക് എല്ലാം പോകുന്നതിന് ഒരു പ്രയാസമില്ലേ. ആ സംവിധാനത്തിൽ പോകുമ്പോൾ ഇവർക്ക് വെള്ളം വരുന്ന സമയത്ത് ഇവർ കോട്ടേഴ്സിൽ അതിലൂടെ വഴിയിലൂടെയാണ് യാത്ര ചെയ്ത് അവർക്ക് പോകാനുള്ള ഒരു പ്രയാസമില്ലായിരുന്നില്ല. ഇത് രാമേന്ദ്രൻ നായർ എന്ന് പറഞ്ഞ ആളെ ഒരു നമ്മളെ ഇവിടെ രാമേന്ദ്രൻ നായർ അദ്ദേഹത്തിൻ്റെ കുടുംബ സ്വത്തിലുള്ള ആ സ്വത്തിൽ ഇവർ മധുരക്കാർ സംസാരിച്ച് എടുക്കുമ്പോൾ അയാൾ സ്ഥലത്ത് കൂടിയായിരുന്നു അന്ന് പോയി. ഇവരെടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് മനസ്സിലായ കാര്യങ്ങൾ ഒന്ന് വരുന്നത്, രണ്ടാമത് ഈ സുനി ഇവരെ കുടുംബം, സുനിയായിരുന്നു അന്ന് കാര്യമായിട്ട് ആ രംഗത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ സുനി പോലെ കുടുംബമൊക്കെ ആയിട്ട് ഇവർ വളരെ ഒരു സാധനം വരുന്ന ജോലിക്കും അവർക്ക് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം പെങ്ങൾ കുറച്ച് ജോലിയാണ് ചെയ്തിരുന്നു. അപ്പോൾ ഇവർക്കുള്ളൊരു സഹായം അല്ലെങ്കിൽ ഇവർക്കുള്ളൊരു സംവിധാനം കൊട്ടിയടക്കപ്പെടില്ല എന്നുള്ളത് അവരുടെ ഭാഗത്തുനിന്നും അവർ ചിന്തിച്ചു. അങ്ങനെ ആണ് അവിടെ കാര്യങ്ങൾ നടന്ന് വോളറൻസിൻ്റെ സ്ഥലത്തൂടെ പോകുന്നു. ആർക്കൊരു പ്രശ്നമില്ല, വെള്ളം വരും, അല്ലെങ്കിൽ താഴത്തൂടെ പോകും ചെയ്യും. അങ്ങനെ വന്ന് റെഗുലേറ്റർ വന്നതോടുകൂടി അതില്ലാതെ ഈ മണ്ണെടുത്ത് കളിമണ്ണ് കൊണ്ടുപോകുന്ന ഒരു ബിസിനസ് ഉണ്ടായിരുന്നു അവിടെ വയലിൽ. കൊണ്ടുപോകുന്നു അവർ മണ്ണിട്ടിട്ട് ഒരു വരമ്പ് മാതിരി കുറ്റിപ്പാലക്കെന്ന് ഇപ്പം നമ്മൾ തീരദേശം എന്ന് പേര് പിടിക്കുന്ന ഈ റോഡിലേക്ക് ഇട്ട് മധുരക്കാർക്ക് പോകാൻ. അതിലൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഞാൻ പഞ്ചായത്തും ഇപ്പോൾ അവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ ഈ വഴീൻ്റെ ആവശ്യമുള്ള കക്ഷികളും ഒക്കെ ആയിട്ട് പഞ്ചായത്തും ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന്. അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സ് തുറക്കാനുണ്ട്. പക്ഷെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ പോകാത്തതുകൊണ്ട് നല്ല രീതിയിൽ ഇത് ഒരു പരിഹാരം ഉണ്ടാകണം. കാരണം ഈ കുടുംബങ്ങളെ ഈ മഹദറ വരുന്നതിന് മുമ്പും ഇവർ വരുന്നതിന് മുമ്പും അവിടെ ഉള്ളവരാണ്. അവരെ കാര്യം കൂടി പരിഹരിച്ച് കൊടുക്കേണ്ട ഒരു ബാധ്യത നാട്ടിലെ സമൂഹത്തിനുണ്ട്, ഇവർക്കുണ്ട്. അത് മഹദറ
കമ്മിറ്റി ഉൾക്കൊണ്ടിട്ടിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർക്കാർ പറയുന്ന ഒരു കാര്യം, അവർ പൊന്നും വില കൊടുത്തിട്ടാണ് ഈ റോഡ് സ്ഥലം വാങ്ങിയത്. എൻ്റെ അറിവിൽ അവരങ്ങനെ അന്നത്തെ റേറ്റും അന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിൽ അന്നും നിങ്ങൾക്ക് അറിയാവുന്ന, കാരണം അതിൻ്റെ പിന്നിൽ ഈ വീടുകൾ, അതായത് എൻ്റെ അറിവ് അനുസരിച്ചിട്ട് 25 രൂപയ്ക്ക് 1 ഏക്കർ 30 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടുള്ള ആളാണ് ആദ്യം ആ കാലഘട്ടത്തിൽ. അതിനുശേഷമാണ് ഇവർ അടുത്ത തലമുറയാണ് പിന്നെ വീടുകൾ വെച്ചത്. ഈ മഹിളാരയ്ക്ക് വരുന്ന റോഡ് പൊന്നുവില കൊടുത്തിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ആ റോഡ് അതിൻ്റെ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? ആരൊക്കെ വിട്ടുകൊടുത്തു, എത്ര രൂപയ്ക്ക് വിട്ടുകൊടുത്തു, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കുമല്ലോ. അത് പിന്നെ അതാണ് നമ്മൾ ഇറങ്ങുന്ന ഫസ്റ്റിൽ പേസ് തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്ന സ്ഥലം പിന്നെ മദറയ്ക്ക് അവർക്ക് കിട്ടണം. അവിടെ ഒരു ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു 7-8 സെൻറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ എത്ര രൂപയ്ക്ക് കൊടുത്തു? ഞാനവിടെ കൊടുത്ത പൈസ അന്നത്തെ പിന്നെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ സെൻറ്റിന് 5000ത്തിൻ്റെ രീതിയിലായി. അവർ 5000-6000 വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് അടുത്ത 6000 കൊടുത്തിട്ടുണ്ട്. അന്ന് ആ സ്ഥാപനത്തിന് അത്ര ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതൊക്കെ വരാനുണ്ടായ കാരണം ഈ സ്ഥലം ഭൂമി എടുക്കുന്ന കാര്യങ്ങളൊക്കെ എത്താൻ കാരണം അന്ന് പിന്നെ ഗോളറൻസിൻ്റെ സ്ഥലം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പോയിരുന്നത്. പിന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് പെരുമ്പത്തൂരിൽ ഒരു പിന്നെ കുട്ടികളെ സ്കൂളിനെ തീപിടിച്ച് മരണമായി. അതിൻ്റെ അടുത്ത് പുതിയ സ്കൂളിൻ്റെ നിയമത്തിലൊക്കെ മാറ്റം വന്നു. ജോൺസിലെ കോമ്പൗണ്ട് ഒരു വാഹനം അങ്ങോട്ട് പോയാൽ തിരിച്ചു വരണം. അപ്പോൾ ഇതുണ്ടെങ്കിൽ ബാക്കി കോളേജിൽക്കും മറ്റുള്ളതിനൊക്കെ പെർമിഷൻ കാര്യങ്ങൾ. അങ്ങനെ വന്നപ്പോൾ നമ്മൾ കമ്മിറ്റിൻ്റെ കൂടെ നിന്ന് വളരെ ആത്മാർത്ഥമായി അതിൻ്റെ പ്രവർത്തകരായിട്ട് തന്നെ പ്രവർത്തിച്ച് അവരും ഒരു വഴി കിട്ടുക, അത് സ്കൂളിൻ്റെ ഒരു വഴി കിട്ടുക. ആ കൂട്ടത്തിൽ അവരെ വഴിയും നടക്കുമല്ലോ. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ അതുണ്ട്. അപ്പോൾ ആ സൗകര്യങ്ങൾ നടന്നുകൊണ്ട് പോകുന്നതിനൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവസാനം ഇത് ഈ കാര്യത്തിൽ വന്നു. അവിടെ സ്ഥലം എടുത്ത് ഒരു 8-9 സെൻറ്റ് സ്ഥലത്തിൻ്റെ അടുത്ത്, ഇവിടെ 8 സെൻറ്റിൻ്റെ അടുത്തിട്ട് പിന്നെ 9-10 സെൻറ്റ് സ്ഥലം മാക്സിമം വരുതിലേക്ക് ഒക്കെ വന്നപ്പോഴാണ് ഞാൻ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആത്മാർത്ഥമായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ ആൾക്കാർ സഹായിച്ച് ഞാൻ അവിടെ ജയിച്ചതിന് ശേഷം രാഷ്ട്രീയമില്ലാതെ തന്നെ എനിക്ക് എപ്പോഴും എന്നെ തോൽപ്പിക്കാൻ ശ്രമം നടത്തിയ ആൾക്കാർ പോലും ഞങ്ങൾ കൂടിയിട്ടാണ് ഈ റോഡിൻ്റെ കാര്യത്തിൽ ചർച്ച ചെയ്തത്. പ്രധാനമായിട്ടും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ധർമ്മേയം മുതൽ വളരെയേറെ താല്പര്യപരമായി കാണിച്ചു. ഞങ്ങളെല്ലാവരും അവിടെ കൂടിയിരുന്ന പിന്നെ മുസ്ലിം ലീഗിൻ്റെ LP അഹമ്മദ്, ഇങ്ങനെ എല്ലാവരും ആരും നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാവരുമായി ആലോചിച്ചതിന് ശേഷം ഈ മഹദറ ഈ സ്ഥലം എടുത്തപ്പം അതിനോട് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആവശ്യപ്പെട്ടു, നിങ്ങൾ പ്ലാന് കൊടുക്കുമ്പോൾ ഇത് പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപൂർവ്വമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കണം. അന്നത്തെ ഭരണസമിതിയിലെ പ്രസിഡന്റ് ബാലകൃഷ്ണൻ നായരായിരുന്നു. അന്ന് അതിൽ മെമ്പറായിട്ട് KPC ഞാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഈ കാര്യത്തിൽ എല്ലാവരും ഈ കാര്യങ്ങളിൽ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പം പിന്നെ വലിയൊരു പൈസ കൊടുത്ത് ഇതേമാതിരി തന്നെ വലിയൊരു പണം കൊടുത്തിട്ടാണ്. ആയിക്കോട്ടെ, നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലേ, അപ്പം അങ്ങനെ നമ്മൾ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവരെ മുന്നിൽ വെച്ചു. അതിന് പ്ലാൻ കൊടുത്തു. അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സെക്രട്ടറി മഹദറയിലെ സ്ഥാപനത്തിൽ വന്നു കാര്യം സംസാരിക്കാൻ. ഞങ്ങളൊക്കെ കൂടിയിരുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ധർമ്മേട്ടൻ്റെ എല്ലാവരും ഉണ്ട്. അവിടുന്ന് ഞാൻ ഈ റോഡ് എന്തായാലും നിങ്ങൾ പഞ്ചായത്തിന് വിട്ടു തരണം. അങ്ങനെ ബഹുമാനപ്പെട്ട ഈ ആ സ്ഥാപനത്തിൻ്റെ തങ്ങളുണ്ട്, ഒത്തിരി പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ സംസാരിക്കാറുണ്ട്. അവസാനം അല്ല, അങ്ങനെ വിട്ടുകൊടുത്താൽ മാത്രമേ ആ റോഡ് വീണ്ടും വികസന ഫണ്ട് വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് മഹിളാരക്കാരോട് വൈരാഗ്യത്തിൻ്റെ അല്ല, അവർക്കും ഭാവിയിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ പഞ്ചായത്തിൻ്റെയോ അല്ലെ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ വീണ്ടും വികസനം, കാരണം നമ്മുടെ വലിയൊരു തീരദേശ റോഡിനുള്ള സാധ്യത കണ്ടുകൊണ്ടായിരിക്കും അന്ന് സംസാരിച്ചത്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് നമ്മളത് കറക്റ്റ് ചെയ്തു. നമുക്ക് മനസ്സിലായി ഈ റോഡ് ഫസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു തീരദേശ റോഡ് ആയി സംവിധാനമായിട്ട് നമ്മളെ മേച്ചരിക്കുന്ന സ്കൂളിലും മാവൂരിലേക്ക് ഒക്കെ പോകാനും ഈ സ്കൂളിലേക്കും സൗകര്യങ്ങൾ വരുന്നൊരു സ്ഥിതി ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ആൾക്കാരെ പ്രശ്നങ്ങളും പരിഹരിക്കുമല്ലോ. വെള്ളപ്പൊക്കം വന്നാൽ പ്രയാസമൊന്നും ഉണ്ടാകുമ്പോൾ പരിഹരിക്കുക എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് അന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞു. ഞാൻ ആ സ്ഥാപനത്തിൻ്റെ ഒരാൾ എന്നുള്ള നിലയ്ക്ക് അവരെ അംഗീകരിച്ചു. വെബ്സൈറ്റ് അംഗീകരിച്ചു. കാരണം 2011 ലാൻഡ് ലീസ്മെൻറ്റ് ഫോറത്തിൽ അവർ ഒപ്പിട്ട് തന്നു. മാവൂരത്തെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അത് ഒരു ഉദ്ഘാടനമാക്കി അവിടെ നിന്ന് ചെയ്തു. അന്ന് ആദ്യത്തെ സംവിധാനം എന്നുള്ള നിലക്ക് വന്നതിന് ശേഷം രണ്ടാമത് ഞങ്ങളെ ഗ്രാമസഭ കൂടി ഞങ്ങൾ തീരുമാനിച്ച് ഇതിൽ തീരദേശ റോഡ് കൊണ്ടുവരിക. അപ്പം നമ്മൾ എല്ലാവരെയും കൂട്ടിയൊടിപ്പിച്ച് ഞാൻ പങ്കേഷേട്ടനോട് സംസാരിച്ച് എല്ലാവരോടും സംസാരിച്ചതിന് ശേഷം എല്ലാവരും ഇതിന് തയ്യാറായി കമ്മിറ്റി ഉണ്ടാക്കി ഞങ്ങൾ തീരദേശ റോഡിന് ഒരാരംഭം കൊടുത്ത് അവരെ കൂടെ കൂടാൻ കഴിഞ്ഞെന്നുള്ള
ഒരു ഇത് എനിക്കുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തേക്ക് അവിടെ അല്ല നിലവിലിപ്പം നമ്മളിതൊക്കെ ചെയ്തു, പഞ്ചായത്തിന് അതിൽ ചെയ്തിരിക്കുന്ന റോഡാണ് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ആൾക്കാരുടെ കോമ്പൗണ്ട് വാൾ കെട്ടിക്കൊണ്ട് അവരുടെ യാത്ര തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, യാത്രാ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ട. ഒരാളോട് എനിക്കിപ്പോൾ പോകുന്ന സമയത്ത് എന്നോട് നിങ്ങൾ എവിടെ പോകുന്നു എന്ന് ചോദിക്കാൻ സൗഹൃദത്തിൽ ചോദിക്കാം, അല്ലാതെ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ വീട്ടുകാരെത്തിയിരിക്കണം. അതൊരു ഒരു വല്ലാത്തൊരു അനുഭവമാണ് അവർക്കുണ്ടാവുന്നത്. അതെ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരുപാട് എനിക്ക് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് പഞ്ചായത്ത് വളരെ കാര്യമായിട്ട് ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ആ റോഡ് അല്ല, ഇത് വർഷങ്ങളായി നടക്കുന്നുണ്ട്. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ, പഞ്ചായത്ത് ഭരണസമിതി ഇത് ആദ്യമായിട്ട് അറിയുന്നതല്ല, താങ്കൾ അടക്കമുള്ള കാലത്ത് ഉള്ളതാണ്. അല്ല, പക്ഷെ അത് ചില പ്രത്യേക താല്പര്യങ്ങൾ അല്ലെ അതുകൊണ്ട് അത് നീണ്ടു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന് ഒരു സാമൂഹ്യ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ, പൊതുപ്രവർത്തകർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് അറിയേണ്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ പുറത്തുള്ള സംസാരത്തിൻ്റെ ഭാഗമല്ലല്ലേ നമ്മൾ എടുക്കേണ്ടത്. അത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഈ കാര്യത്തിൽ ആ അടച്ചു പൂട്ടുന്ന സമയത്ത് ഈ കക്ഷികൾ എങ്ങനെയാണോ അവിടെ ഉപയോഗിച്ച് പോയിരുന്നത്, അവരെ പ്രയാസം തീർത്തിരുന്നതെന്നുള്ളത് പരിഹരിക്കേണ്ട ഒരു ബാധ്യത തീർച്ചയായിട്ടും പൊതുസമൂഹത്തിനുണ്ട്, ജനപ്രതിനിധികൾക്കുണ്ട്, ഈ സ്ഥാപനത്തിനുണ്ട്. ഈ സ്ഥാപനം ഒരുപാട് ഈ സ്ഥാപനം നിലനിർത്തണം എന്ന് തന്നെയാണ് നമുക്കൊക്കെ ആളാഗ്രഹം. തീർച്ചയായും. പക്ഷെ അവർ ചെയ്യുന്ന നീതികേട് ചെയ്യുമ്പോൾ അത് പ്രസ്ഥാനമായാലും ആരായാലും അതിനെ എതിർക്കുക, അല്ലെങ്കിൽ അതിന് ന്യായത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അല്ല, അത് തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷേ അത് മറ്റുള്ള കാര്യം അവർ ചെയ്തത് ചെറുതായി കാണാൻ നമുക്ക് പറ്റൂലല്ലോ. ഇത്രയും കാശ് കൊടുത്ത് വാങ്ങിയ ഒരു റോഡ്, സംഗതി എന്തൊക്കെ പറഞ്ഞാലും അവരത് തിരിച്ച് ഈ പഞ്ചായത്തിലേക്ക് പൊതു റോഡിലേക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മൾ തീരദേശ റോഡിനുള്ള ഒരു സംവിധാനത്തിലേക്ക് വന്നല്ലോ. പഞ്ചായത്ത് വന്ന് അതിൻ്റെ ആരംഭം കുറച്ചു ആ തലക്കെന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആ റോഡ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇനി ആ റോഡുകളൊക്കെ വന്നാലും ഇവർക്ക് റോഡായിട്ട് ഉപയോഗിക്കണേ മതക്കാർ വിചാരിക്കാൽ തൻ്റെ കാര്യം നടക്കുകയുള്ളൂ. പക്ഷെ അവർക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം മഹിളക്കാർ അവർക്ക് ജന്മന അല്ലെ അവകാശമായിട്ട് കിട്ടിയിരിക്കുന്ന വഴിയുണ്ട്. ആ വഴി ഇവർക്ക് ഒരിക്കലും കെട്ടിയടയ്ക്കണം പാടില്ല. അതാണ് അതിൻ്റെ. അല്ല, അത് ശരിയായ കാര്യങ്ങളാണ്. 1-2 പ്രാവശ്യം ഞാൻ മെമ്പറായി ഈ 2007 2012 നമ്മളെ കാലാവധി കഴിയുന്നവരെ ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ളൂ അങ്ങനെ ഒരു തടസ്സങ്ങളും പ്രയാസങ്ങളും ഇല്ല. അന്ന് ഇവൻ്റെ അവിടുത്തെ ക്യാൻസറായിരിക്കുന്ന സുനി അവനെ ഇതിൻ്റെ കാര്യത്തിൽ രംഗത്തിറങ്ങിയിരുന്നു. അവനക്കൊരു അങ്ങനത്തെ ഒരു പരാതികളും പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ പലപ്പോഴായിട്ട് പാർട്ടി നിലക്കും മറ്റുള്ള നിലക്കൊക്കെ ചർച്ച ചെയ്തതാണ്. MLA വരെ വന്നിട്ട് സംസ്കാര നിലയത്തിൽ വെച്ച് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒപ്പിട്ട് തരാനും കാര്യങ്ങളുണ്ട്. അന്നൊരു അബുണ്ണി എന്ന് പറഞ്ഞൊരു പ്രൈവറ്റായ ഒരാളെ സ്ഥലമുണ്ട്. അയാൾ വളരെ മതർക്കര കേസും കാര്യമൊക്കെ കൊടുത്ത് പോയപ്പോൾ ഒരു ബ്ലോക്ക് ഓടി. ഇപ്പോൾ രണ്ടാമത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത്. അപ്പോൾ ഇനി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ചെറുതായി കേട്ട് അവരെ അടച്ചുപൂട്ടി നമ്മൾ പറയുന്നതോടുകൂടി ഇനിയും അവരെന്തെങ്കിലും ഈ റോഡിന് വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു തരിക. അവർക്ക് വൈകാതെ തന്നെ നമ്മളെ MP MLA ബ്ലോക്ക് ജില്ല പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ റോഡ് പൂർത്തീകരിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1,50,00,000 രൂപ അതിനു വേണ്ടി ഇപ്പോൾ ഓൾറെഡി ചെലവഴിച്ചു. ഇനി ഇന്നുള്ള ഭാഗം കൂടി തീർക്കണമെങ്കിൽ ഇതിന്റെ ഈ തടസ്സങ്ങൾ മാറണം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ തീരദേശ റോഡിന് നമ്മളെ ഹൈവേ റോഡ് നമ്മളെ മാവൂർ കോഴിക്കോട് റോഡിന്മേൽ നിന്ന് ആദ്യ എൻട്രൻസ് ഉണ്ടാക്കി ഇത്രയും ക്യാഷ് കൊടുത്ത് വാങ്ങി, ഈ ക്യാഷ് കൊടുത്ത് വാങ്ങി ഈ റോഡ് നമ്മൾ തന്നു കഴിഞ്ഞല്ലോ ഓൾറെഡി. ഇനിയും അതിൻ്റെ ബാക്കിലേക്ക് ഒരു ഒപ്പിട്ട് തരണം. ആ തരുന്ന കാര്യങ്ങൾ അവർ MLA മുഖാന്തരം അവർ അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പം അവർ ഞാൻ മനസ്സിലാക്കിയ ഒരു തുടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് ഇതൊക്കെ പ്രതീക്ഷകളാണ്. നിലവിൽ ഇപ്പം എത്രയും പെട്ടെന്ന് അവർക്ക് യാത്രാ സ്വാതന്ത്ര്യം കിട്ടണം. അതിന് എന്താണ് കാരണം? അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം. അതിൻ്റെ പിൻഭാഗത്തുള്ള സ്ഥലം അവർക്ക് എടുക്കുകയും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആക്കി മാറ്റാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ടാവും. അത് ഞാൻ അതൊന്നും ഇല്ല. പക്ഷെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയാം, 2 വശത്ത് ഇപ്പം നമ്മൾ നീണ്ടുകൊണ്ട് പോവുകയാണ്. നമ്മൾ പറഞ്ഞ അവസാനിപ്പിക്കേണ്ട സമയങ്ങൾ ഒന്ന്, ഈ ഭാഗത്തൂടെ അവർക്കുള്ള വഴി നിഷേധിച്ചിരിക്കുന്ന കോമ്പൗണ്ട്. രണ്ടാമത് പിൻഭാഗത്ത് ഫൈബർ കോട്ടേഴ്സിൻ്റെ വഴി അത് അവർ സ്ഥലം എടുത്തു. പക്ഷെ അത് കേസുള്ള സ്ഥലമാണ്. 40ഓളം പേരുള്ള രാമേന്ദ്രൻ നായർ മരിച്ചുപോയി. അത് കേസിലുണ്ട്. കേസ് കാര്യങ്ങൾ നീങ്ങുന്ന എവിടെ എത്തിയെന്നറിയില്ല. പക്ഷെ ആ വഴി പോലും അവരെന്ത് എത്തിയിരിക്കുകയാണ്, മണ്ണിട്ടിട്ട് അത് ഇടിച്ച് താത്തിക്കളഞ്ഞു. അപ്പോൾ അവിടെയും അവർക്ക് ദുരിതമാണ്. എന്നാൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതാണ്.
ഏതായാലും തീർച്ചയായിട്ടും ഈ വിഷയത്തിലൊക്കെ താങ്കളെപ്പോലുള്ള ആൾക്കാർ ഇടപെടും. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതുമായി തുറന്ന് പറയാൻ പറ്റാത്ത പറയാനുണ്ട്. ഞാനിത് പറയാൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു സംവിധാനത്തിലേക്ക് ജനപ്രതിനിധികളും പഞ്ചായത്തും ഒക്കെ എത്തി അവർ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ആ ചർച്ച നടക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ പരിഹാരം കാണും. അതുവരെ നിങ്ങൾ പറഞ്ഞ് വളരെ ശരിയാണ്. അവരെല്ലാ കാര്യങ്ങളും പിന്നെ ആർക്കാണോ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഭരണാധികാരികളും ജനങ്ങളും ചിന്തിച്ചുകൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കണം. താങ്കളുടെ വിശ്വാസം? എൻ്റെ വിശ്വാസം. ഓക്കെ, താങ്കളുടെ വിശ്വാസം സത്യമാവട്ടെ, വിജയിക്കട്ടെ. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ സ്ഥാപനത്തിൻ്റെ ആൾ തന്നെയാണ് ഞാനും. അതേമാതിരി ആ കുട്ടികൾക്ക് പരിഹാരം ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുന്നവനുമാണ് ഞാൻ. അപ്പോൾ രണ്ടും നല്ല നിലയിൽ പരിഹരിക്കാൻ കഴിയും. നമ്മൾ കുറച്ചുകൂടി കാത്തിരുന്ന് നമുക്ക് പരിഹരിക്കാൻ കഴിയും. MP കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ എത്രയും പെട്ടെന്ന് ആ റോഡ് യാഥാർത്ഥ്യമാക്കാനുള്ള ഫണ്ട് ഒരുക്കാനുള്ള സംവിധാനത്തിലേക്ക് എല്ലാവരും വരിക. മാൾദറിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തു തരാനുള്ള എല്ലാ സംവിധാനത്തിലും അവരോടും നമുക്ക് സംസാരിച്ച് ചോദിച്ചാലും നാട്ടിലെ പൊതുജനങ്ങളെ കാര്യത്തിൽ നിങ്ങളെ ഒരു പത്രക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഇന്നുവരെ ഞാൻ എൻ്റെ അടുത്ത് സംസാരിച്ച് ആ ഒരു കാര്യം പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അത് നമുക്ക് ആരും വേദനപ്പെടുത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് നാളെ അത്രമാത്രം ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ ചോദിച്ചാൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്.